സിറോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹായ്, ഞാൻ ഡോക്ടർ ചാൾസ് പാനിക്കൽ, സീനിയർ കൺസൾട്ടൻറ്റ് ഹെപ്പറ്റോളജിസ്റ്റാണ്. നമ്മൾ സിറോസ് എന്ന് പറയുമ്പോൾ അത് പല സ്റ്റേജുകളുണ്ട്. അതിൽ കോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, ഡീകോമ്പൻസേറ്റഡ് സിറോസ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. ഈ കോമ്പൻസേറ്റഡ് സിറോസിൽ പലപ്പോഴും രോഗിക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, അല്ലെങ്കിൽ വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യുക, അപ്പോഴാണ് പലപ്പോഴും കോമ്പൻസേറ്റഡ് സിറോസിസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോമ്പൻസേറ്റഡ് സിറോസ് ഉള്ള രോഗി രോഗലക്ഷണങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ചെറിയ കാലിന് നീര് വരിക, വയറിൽ ഡിസ്കംഫോർട്ട് ഉണ്ടാകുക, എഴുന്നേൽക്കുമ്പോൾ ഓക്കാനം വരിക, വിശപ്പില്ലായ്മ വരിക, തുടർച്ചയായിട്ട് ക്ഷീണം വരിക മുതലായവ ഉണ്ടാകാം. അടുത്ത സ്റ്റേജാണ് ഡീകോമ്പൻസേറ്റഡ് സിറോസ് എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മളെപ്പോഴാണ് ഡീകോമ്പൻസേറ്റഡ് സിറോസ് എന്ന് പറയുന്നത്? സിറോസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ്. അത് പലതരം കോംപ്ലിക്കേഷൻസ് വരാം. ഒന്ന് മഞ്ഞപ്പിത്തമാകാം. നമ്മുടെ കരളാണ് നമ്മുടെ ശരീരത്തിലെ പല വിഷാംശങ്ങളും ബ്ലഡിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബിലിറൂബിൻ ബ്ലഡിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നത് കരളാണ്. അത് ഇപ്പോൾ കരളിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബിലിറൂബിൻ അളവ് കൂടുകയും നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുകയും ചെയ്യും. അതുകൂടാതെ കരളിലെ രക്തധമനികൾക്ക് പ്രഷർ കൂടുമ്പോൾ അത് നമുക്ക് രക്തധമനികൾ പൊട്ടുകയും നമ്മൾ രക്തം ഛർദ്ദിക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റ് വിഷാംശങ്ങളായ അമോണിയ, അത് ശരീരത്തിൽ നിന്ന് കരൾ റിമൂവ് ചെയ്യാതെ വരുമ്പോൾ അത് ബ്ലഡിൽ കൂടുകയും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി അഥവാ നമ്മൾ ഓർമ്മക്കുറവ്, കോമ മുതലായവ ഉണ്ടാകുന്നത്. ഇതുകൂടാതെ നമ്മുടെ വയറ്റിൽ വെള്ളം കെട്ടുക, നമ്മൾ അസൈറ്റിസ് എന്ന് പറയും, നമ്മൾ വയറ്റിൽ വെള്ളം കെട്ടുന്നൊരവസ്ഥ ഉണ്ടാകാം. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ലിവർ സിറോസ് മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഈ കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഡീകോമ്പൻസേറ്റഡ് സിറോസിസ് എന്ന് പറയുന്നത്.